ഹലോ എവരി വൺ, വെൽക്കം ടു ലിറ്റർ അക്കാദമി. ഇന്നത്തെ വീഡിയോയിൽ ഇന്നലെ നടന്ന ഈ വർഷത്തെ രണ്ടാമത്തെ സെറ്റ് എക്സാമിനെ പറ്റിയിട്ടുള്ള ഒരു അവലോകന റിപ്പോർട്ടാണ് അവതരിപ്പിക്കുന്നത്. നമുക്ക് എക്സാം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ലഭിച്ചിട്ടുള്ള പ്രാഥമികമായിട്ട് കിട്ടിയിട്ടുള്ള അറിവുകളുടെ അടിസ്ഥാനത്തിലും നമ്മുടെ സ്റ്റുഡൻസ് തന്നെ നമ്മളോട് പങ്കുവച്ചിട്ടുള്ള അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് ഈ ഒരു അനാലിസിസ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ചില വ്യത്യാസങ്ങളോ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാം. ഏറ്റവും ആദ്യം കിട്ടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ കൂടി അറിവിലേക്കായിട്ട് ഇത് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഇന്നലെ സെറ്റ് എക്സാം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയാണ് എന്നതിനെ പറ്റിയിട്ടുള്ളൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അതിനുശേഷം മാത്രം തീരുമാനമെടുക്കുക. എന്നാൽ നിങ്ങൾക്ക് കഴിഞ്ഞ എക്സാം മോശമായിരുന്നുവെങ്കിൽ നിങ്ങൾ അടുത്ത എക്സാമിന് വേണ്ടി ഇപ്പോൾ തന്നെ പഠനം ആരംഭിക്കുക. ലിറ്റ്യൂർ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത സെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള റെഗുലർ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ലിറ്റ്യൂർ അക്കാദമിയുടെ കൂടെ പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഇന്നലെയാണ് എക്സാം കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ റിപ്പോർട്ടുകൾ പ്രകാരം സബ്ജക്റ്റ് പേപ്പർ മോഡറേറ്റായിട്ട് ഉള്ള ഒരു അഭിപ്രായമാണ് കൂടുതൽ പേരും പറഞ്ഞിട്ടുള്ളത്. ഒരു മോഡറേറ്റ് ലെവലിൽ മാത്രം അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ലെവലിൽ ആണ് കൂടുതലും കുട്ടികൾ എക്സാമിനെ കണ്ടിട്ടുള്ളത്. ഒരുപാട് ടഫായിട്ടോ അല്ലെങ്കിൽ വളരെ എളുപ്പമായിട്ടോ അവർ അഭിപ്രായപ്പെട്ടിട്ടില്ല. മറിച്ച് തരക്കേടില്ല എന്ന രീതിയിൽ ഒന്നുകൂടെ പഠിച്ചിരുന്നെങ്കിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാമായിരുന്നുവെന്ന് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വളരെയധികം ബുദ്ധിമുട്ടിച്ച ഒരു എക്സാമായിട്ട് അവർ മെയിൻ പേപ്പറിനെ കൂടുതൽ പേരും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ജനറൽ പേപ്പറിലേക്ക് വന്നാൽ സാധാരണയിൽ അപേക്ഷിച്ച് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പേപ്പറായിരുന്നു എന്നൊരു അഭിപ്രായമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടാവുന്ന രീതിയിലോ വലിയൊരു മാറ്റം ഒന്നും വന്നിട്ടില്ല. ചോദ്യപേപ്പറിൻ്റെ പാറ്റേണൊക്കെ മുൻ വർഷങ്ങളിലെ പോലെ തന്നെ സിമിലറായിരുന്നു. പക്ഷേ എന്നാൽ പോലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഉത്തരം കിട്ടാൻ പ്രയാസപ്പെടുന്ന ചോദ്യങ്ങൾ ഭൂരിഭാഗം കുട്ടികളെ സംബന്ധിച്ചും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചോദ്യങ്ങൾ ഇപ്രാവശ്യം കുറച്ചധികം ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു റിപ്പോർട്ടാണ് ജനറൽ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ജനറൽ പേപ്പർ കുറച്ച് ടഫ് എന്ന രീതിയിലും എന്നാൽ മെയിൻ പേപ്പർ ഇംഗ്ലീഷ് പേപ്പർ മോഡറേറ്റ് ലെവലിൽ മാത്രം എന്ന രീതിയിലും ആണ് പ്രാഥമികമായിട്ട് ലിറ്റ്യൂർ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്കിപ്പോൾ പറയാൻ പറ്റുക. അപ്പോൾ ഈ ഒരു അനാലിസിസാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ആൻസർ കീക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും. ആൻസർ കീ വന്നതിന് ശേഷം എത്രയും പെട്ടെന്ന് നിങ്ങൾ ഉത്തരങ്ങളൊക്കെ നോക്കി നിങ്ങളുടെ ഒരു സ്കോർ നിങ്ങൾ കണക്കൂട്ടി വെക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്യാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമാവും. കാരണം നിങ്ങൾക്ക് കട്ട് ഓഫ് അറിയാം. സെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വർഷാവർഷം അല്ലെങ്കിൽ ഓരോ എക്സാമിന് കട്ട് ഓഫ് മാറാറില്ല, സെയിം കട്ട് ഓഫാണ് ഉണ്ടാവുക. സെറ്റ് എക്സാമിൻ്റെ കട്ട് ഓഫ് പാറ്റേൺസ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാത്തവർക്കോ സംശയങ്ങളുള്ളവർക്കോ ലിറ്റ്യൂർ അക്കാദമിയുടെ തന്നെ വീഡിയോ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഞങ്ങളുടെ ചാനലിൽ ലഭ്യമാണ്. കട്ട് ഓഫ് പാറ്റേൺസിനെ പറ്റിയിട്ട് വളരെ വിശദമായിട്ടുള്ള വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെറ്റ് എക്സാമിലേക്ക് വരാം. ഇപ്പോൾ ഈ എക്സാമിൻ്റെ സ്കോർ കണ്ടിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധ്യതയില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് നിങ്ങൾ അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇനി മറ്റേതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായി ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും പഠിക്കാവുന്നതാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. കാരണം പിന്നീട് സെറ്റ് എക്സാമിൻ്റെ ആപ്ലിക്കേഷനൊക്കെ വിളിച്ച് അടുത്ത എക്സാമിനാവുമ്പോഴേക്കും പഠിക്കാൻ തുടങ്ങുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്രയോ കുട്ടികളുടെ പ്രശ്നങ്ങളും പോരായ്മകളൊക്കെ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ പിന്നത്തേക്ക് വെക്കാതെ ഇപ്പോൾ തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ അടുത്ത എക്സാമിന് വേണ്ടിയിട്ടുള്ള പഠനം ആരംഭിക്കുക. അപ്പോൾ ഒരു അക്കാഡമിയുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ റെഗുലർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഞങ്ങളിപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ലിറ്റ്യൂർ അക്കാദമിയുടെ റെഗുലർ സെറ്റ് കോച്ചിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക്
മുഴുവൻ സിലബസും കവർ ചെയ്യുന്ന PDF മെറ്റീരിയൽസും PDF-നെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ, യൂണിറ്റ് എക്സാമുകൾ, മോഡൽ എക്സാം, 10 വർഷത്തിലേറെ വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അനാലിസിസ് ക്ലാസ്സുകൾ തുടങ്ങിയ ഒട്ടേറെ ഫീച്ചറുകൾ ഞങ്ങളുടെ റെഗുലർ കോഴ്സിൽ ലഭ്യമാണ്. അപ്പോൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുമല്ലോ. ഈ കഴിഞ്ഞ സെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ നിങ്ങൾക്ക് പങ്കുവെക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സും ഉപയോഗപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.